വന്ന് വിളിച്ചിരിക്കുമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് കുറച്ച് വിളിച്ചിരുന്നു. ഇന്നലെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയത്. ഉച്ചയായപ്പോഴത്തേനും എല്ലാവരും മാറ്റി. രാത്രി ഒരു 10 മണിയായപ്പോഴത്തേനും ഇത് ഇടിഞ്ഞു കടി. ഇത് ഇവിടെ ഈ റോഡിന്റെ പണിക്ക് വേണ്ടി മണ്ണെടുത്തപ്പോഴാണ് ഇങ്ങനെ റോഡിന്റെ പണിക്ക് വേണ്ടി മണ്ണെടുത്താണ് പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആ മണ്ണെടുത്തത് പിന്നെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തല്, ചുമ്മാ എടുത്തോണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ വീടുകൾ മുഴുവനും പോയത്, ഈ 6 വീടും പോയത്. ഈ പരാതികളൊക്കെ നൽകിയിരുന്നു നേരത്തെ. ഒരുപാട് പരാതികളൊക്കെ ഇവിടെ ആൾക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പരാതി അങ്ങോട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് വേണ്ടേ, അവർ വഴി വെട്ടിപ്പോണു. അത് തന്നെ പാവങ്ങള് 4 സെന്റ് വീതം പഞ്ചായത്തിൽ നിന്ന് കൊടുത്താണ് അതിനകത്താണ് താമസിക്കുന്നത്. അപ്പൊ അവര് പറയണോടത്ത് യാതൊരു വില പോകുന്നില്ല. അധികാരികൾ ഇതിനും ഒരു ഇത് കാണിക്കണം. ഇനി നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെയൊക്കെ വീടുകളുണ്ട് അല്ലേ? ഇവിടെ ഇതിന്റെ അടിയിലൊക്കെ വീടാ. നമ്മൾ നിൽക്കണതിന്റെ അടിയിലൊക്കെ വീടാ. 6 വീടാ പോയത് ഇവിടെ ഈ ഭാഗത്ത് മാത്രം. ബാക്കി ഞങ്ങൾ രാത്രി 2 മണി 3 മണി ആയപ്പോഴത്തേനും ക്യാമ്പിലേക്ക്. എവിടെയാണോ താമസിച്ചിരുന്നത്? അവിടെ താഴത്തെ വീട്. രാത്രി ഈ ബിജുവും സന്ധ്യ രാത്രി ഏതാണ്ട് എത്ര മണിക്ക് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വിവരമുണ്ടോ? ഇവിടെ വണ്ടി വെട്ടിക്കയറ്റി വരാൻ ഇവിടെ കിടന്ന് റോളി കേട്ടോണ്ടാണ് വരുന്നത്. ഈ ഒച്ചയും ഒരു വീട്ടിൽ മാത്രമേ ആളുണ്ടാകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ക്യാമ്പിലേക്ക് പോയായിരുന്നു. ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേനും പോയി. ശബ്ദം കേട്ടിട്ടാണ് ഓടി വന്നത്? അതെ, ശബ്ദം കേട്ടിട്ടാണ് ഓടി വന്നത്. രക്ഷാപ്രവർത്തനം വളരെ സമയമെടുത്തു അല്ലേ? എന്ന് പറഞ്ഞാൽ ഭയങ്കര താമസമായിപ്പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടി എത്തിയെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ. ഗിറ്റാച്ചി കൊണ്ട് വന്ന് 2 3 ഗിറ്റാച്ചി വെച്ച് വഴി വെട്ടിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോഴത്തെ അത്രയും താമസിച്ചു പോയി.